ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂൺ മസാലയാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്, മസാലക്കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിക്കൊണ്ട് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൂണ്, ഇവിടെ 200 ഗ്രാം കൂണാണ് എടുത്തിട്ടുള്ളത്. കൂണ് നമുക്ക് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൂണ് ആദ്യമായിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 2 ചെറിയ തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് ആവശ്യമുള്ളത്. പച്ചമുളക് നമ്മളിതിൽ ആഡ് ചെയ്യണില്ല, പകരം കുരുമുളക് കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും സവാളയും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്, മിക്സിയിൽ അല്ല, ശരിക്കും നമ്മൾ ആ ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് 1.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 1/2 ചെറിയ ടീസ്പൂണ്, പിന്നെ 1 വലിയ സ്പൂൺ മുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ കടായി നമുക്ക് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 ഏലക്ക, അതുപോലെ തന്നെ 2 ഗ്രാമ്പു അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 ഏലക്കയും പൊട്ടിച്ചിട്ട് 2 ഏലക്ക എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു സ്കിന്നില്ല, അത് ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ 2 ഗ്രാമ്പൂ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ 2 എണ്ണം 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം, മുഴുവൻ ഇടണ്ട. പിന്നെ അതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച നമ്മുടെ ആ സവാള ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അത് നന്നായി വാടി വരുന്നത് വരെ, നന്നായി വാടി വന്നതിന് ശേഷം വേണം അതിലേക്ക് എന്ത് ചെയ്യാൻ, തക്കാളിയും പിന്നെ ബാക്കിയുള്ള വേപ്പിലയും കൂടിയിട്ട് ചേർക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാള ഇങ്ങനെ വാടി വരുന്നുണ്ട്. നല്ലോണം വാട്ടണ്ട, അതായത് നമ്മൾ മുരിച്ചെടുക്കില്ല, അങ്ങനെയൊന്നും വേണ്ട. വാടി വരുമ്പോൾ അതിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും നന്നായിട്ട് അതിൽ വാടി വെന്ത് വന്നതിന് ശേഷം നമുക്ക് വേണം അതിലേക്ക് കൂണ് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ കൂണ് നന്നായി കഴുകിയിട്ട് ചെറുതായിട്ട്, അതിൽ മണ്ണൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊക്കെ കഴുകി കളഞ്ഞിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ള കൂണ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി തക്കാളി ആ മുഴുവൻ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 തക്കാളിയാണ് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചത്, അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള വേപ്പില കൂടി അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ തക്കാളി ഒന്ന് വെന്തതിന് ശേഷം, ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ആ ബാക്കിയുള്ള വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചോറിലേക്കും ചപ്പാത്തി, പൊറോട്ട ഇതിലേക്കൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് മസാലക്കറി ഉണ്ടാക്കുന്നത്. കൂൺ മസാല നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൂണ് ഇട്ട് കൊടുക്കാം. കൂണല്ല, അതിന് മുന്നേ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി വലിയൊരു സ്പൂണാണ്, ചെറിയ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിട്ട് കൊടുത്തു. ബാക്കി എല്ലാ പൊടികളും നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും അതിനോടൊപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു
ഒരു സ്പൂൺ എന്ത് ചെയ്യാം, വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് അടിയിൽ പിടിക്കാതിരിക്കാനാട്ടോ. പക്ഷേ നമുക്ക് കാണുന്നതുണ്ടല്ലോ, പിടിച്ച പോലെയുള്ളത്, അതൊക്കെ നമ്മൾ കൂണിട്ട് കൊടുത്താൽ അതൊക്കെ ഇളകി വരും കേട്ടോ, കൂണിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട്. അപ്പം അത് അടി പിടിച്ചെന്നൊന്നും വിചാരിക്കണ്ട. അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും അതിലേക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. കൂണ് നമുക്ക് മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ചേർത്ത് ആ കൂണൊക്കെ അതിലേക്ക് ആ മസാലയ്ക്ക് ഇളക്കി കൊടുത്ത് ചേർത്ത് വെക്കാം. ചേർത്തിട്ട് നമുക്ക് അടച്ച് വെക്കണം. അപ്പോൾ ആ കൂണിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. കണ്ട, ഇപ്പോൾ ആ ചട്ടിയിലുണ്ടായിരുന്ന മസാലകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. 2 കരണ്ടി വെച്ചാൽ വലിയ സ്പൂണിൽ 2 വലിയ സ്പൂണാണ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമ്മൾ അടച്ച് വെച്ചല്ലോ, ഇനി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ കൂണിലുള്ള വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കത് ആ കൂണ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ കൂണിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇനിയും വെള്ളം കുറച്ചും കൂടി ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് വേവും ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഇനി വീണ്ടും അതിൽ എന്ത് ചെയ്യും, വെള്ളം ഇറങ്ങി വരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം ഇറങ്ങി വന്നല്ലോ എന്ന് കുറേ ഇത് ചാറുകറി ആയിട്ടെന്ന് വിചാരിക്കേണ്ട. കാര്യം ഇത് നമ്മൾ ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇനി നമ്മളിത് സെർവ് ചെയ്യാൻ നേരത്ത് വെള്ളമൊക്കെ ഇതിൽ ചേർന്ന് ഒന്നുകൂടി ഒരു കുഴഞ്ഞ പോലെ ആവും. അപ്പോൾ നല്ല അടിപൊളിയിൽ നമുക്കിത് കിട്ടും. ഇതിപ്പോൾ ഒരു ചാറുകറി പോലെ തോന്നുമെങ്കിലും നമ്മളിത് സെർവ് ചെയ്യാൻ നേരത്തെ അത് എന്തായിട്ടുണ്ടാവും, വീണ്ടും ഒരു കുഴമ്പ് രൂപത്തിൽ ഒരു കറി ആയിട്ടുണ്ടാവും, മസാലക്കറി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കൂൺ മസാലക്കറി. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇതിക്കൊക്കെ നമുക്കിത് കഴിക്കാം. ഒരു ലഞ്ചിൻ്റെ കൂടെ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഡിന്നറിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബൈ.